السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 30 അധ്യായങ്ങളാണ് അൽഹംദുലില്ലാഹ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. 31ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റു തമന്നിൽ മഅസിയതി വൽ ഹിർസി അലൈഹ. ബാബുൻ അധ്യായം, ദിക്റു തമന്നിൽ മഅസിയ, മഅസിയത്ത് തിന്മ പാപം ചെയ്യാൻ ആഗ്രഹിക്കുകയും വൽ ഹിർസി അലൈഹ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് വൻപാപമാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. അഥവാ ഒരു തിന്മ, ഒരു പാപം അത് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കലും എന്നിട്ട് അതിനുവേണ്ടി പണിയെടുക്കലും, എന്താണോ ആ തിന്മയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ, കാരണങ്ങൾ, അത് സ്വീകരിക്കുകയും അങ്ങനെ അതിലേക്ക് എത്തുകയും ചെയ്യുക എന്നത് വലിയ ഗുരുതരമായ അപകടമാണ്. ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകിയ തലക്കെട്ട് തിന്മ ചെയ്തിട്ടില്ല, പക്ഷേ ആ തിന്മ ചെയ്യണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു, എന്നിട്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമം, മുന്നൊരുക്കം അതയാൾ നടത്തുകയും ചെയ്തു. ഇത് തന്നെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ആദ്യമായി ഒരു ഹദീസ് ഉദ്ധരിച്ചു. ഫി സഹീഹൈൻ, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. عن أبي بكرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال. أبو بكر رضي الله عنه എന്ന മഹാനായ സഹാബി റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. മുസ്ലിമീങ്ങളായ രണ്ടുപേർ അവരുടെ വാളുകൾ കൊണ്ട് ഏറ്റുമുട്ടിയാൽ, ഫൽഖാതിൽ കൊന്നവനും വൽ മഖ്തൂലു കൊല്ലപ്പെട്ടവനും ഫിന്നാർ നരകത്തിലാകുന്നു. ഖാലു, ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹാദൽ ഖാതിലു ഫമാ ബാലുൽ മഖ്തൂൽ. അല്ലാഹുവിന്റെ റസൂലേ, കൊല ചെയ്തവൻ, കൊലപാതകി, അവന്റെ കാര്യം ശരിയാണ്, കൊന്നതിന്റെ പേരിൽ അവൻ നരകത്തിലാണ് എന്നത് ശരിയാണ്, എന്നാൽ കൊല്ലപ്പെട്ടവൻ അവനും നരകത്തിലാണ് എന്നങ്ങ് പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ കാരണം? അതെങ്ങനെ? ഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. തീർച്ചയായും ആ കൊല്ലപ്പെട്ടവൻ അവൻ തന്റെ കൂട്ടുകാരനെ, അതല്ലെങ്കിൽ മുസ്ലിമായ സഹോദരനെ കൊല്ലാനുള്ള എല്ലാ പരിശ്രമവും നടത്തിയവനാകുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ടുപേർ
അവരുടെ ആയുധങ്ങളുമായി ഏറ്റുമുട്ടി. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം പാലിച്ചിരിക്കേണ്ട ഒരുപാട് നിയമനിർദ്ദേശങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക, അസഭ്യം പറയുക എന്നത് ഫിസ്ഖാകുന്നു, അധർമ്മമാകുന്നു. അവനെ കൊന്നുകളയുക എന്നത് കുഫ്റാകുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് താക്കീത് ചെയ്ത ഒരു ഹദീസാണത്. ലാ തർജിഉ ബഅദി കുഫാറൻ, എനിക്കു ശേഷം നിങ്ങൾ കുഫാറുകളായി, സത്യനിഷേധികളായി മാറരുത്. യദ്രിബു ബഅദുകും റിഖാബ ബഅദിൻ. എന്താണ് അവിടുന്ന് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? നിങ്ങൾ പരസ്പരം അന്യോന്യം കഴുത്തറുത്തുകൊണ്ട് നിങ്ങൾ സത്യനിഷേധികളായി, കുഫാറുകളായി മടങ്ങരുത്, മാറരുത്. സഹോദരങ്ങളെ, വലിയ മര്യാദകൾ, മുസ്ലിമീങ്ങൾ പരസ്പരം പാലിക്കേണ്ട ആദാബുകൾ, സാഹോദര്യ ബന്ധം നിലനിർത്താനുള്ള കാര്യങ്ങൾ ഒരുപാട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുക എന്നത് വലിയ അപകടമാണ്. നോക്കൂ, ഒരു ആക്ഷേപം പറയൽ, അസഭ്യം പറയൽ പോലും, ചീത്ത വിളിക്കൽ പോലും ഫിസ്ഖാണ്, അധർമ്മമാണ്, തെമ്മാടിത്തമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കൊല ചെയ്യുക എന്നത് കുഫ്റുമാണ് എന്ന് പറഞ്ഞു. വളരെ ഗുരുതരമായ കാര്യമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിക്കുക എന്നുള്ളത്. നോക്കൂ, ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രണ്ട് മുസ്ലിമീങ്ങൾ വാളുമായി, അവരുടെ ആയുധങ്ങളുമായി ഏറ്റുമുട്ടി. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാകുന്നു. എന്തുകൊണ്ടാണ്? കൊന്നവൻ നരകത്തിൽ പോകും, ശരിയാണ്. കാരണം അവൻ കൊലപാതകം ചെയ്തു, വലിയ പാതകം ചെയ്തു. പക്ഷേ കൊല്ലപ്പെട്ടവന്റെ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വിധി പറഞ്ഞു. കാരണം ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, തീർച്ചയായും അവൻ തന്റെ കൂട്ടുകാരനെ, തന്റെ സഹോദരനെ കൊല്ലാൻ പരിശ്രമിച്ചവനാകുന്നു. സഹോദരങ്ങളെ, മഹാന്മാരായ ഉലമാക്കൾ ഈ വിഷയത്തിൽ ചില അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്നൽ അസ്മ താമ ഇദാ ഖതറന ബിഹി മാ യുംകിനു മിനൽ ഫിഅലി ഔ മുഖദ്ദിമാതിൽ ഫിഅലി നുസില സാഹിബുഹു ഫി الثوابി വൽ ഇഖാബി മൻസിലതൽ ഫാഇലി താമി. ഒരു കാര്യം, ഒരു പ്രവർത്തനം, അത് പ്രവർത്തിക്കാനുള്ള പരിപൂർണമായ മാനസികമായ മുന്നൊരുക്കം ഒരാൾ നടത്തിയെന്ന് വിചാരിക്കുക. മനസ്സുകൊണ്ട് ഒരാൾ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, അതിനുവേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. അതല്ലെങ്കിൽ അത് പ്രവർത്തിച്ചു എങ്കിൽ, നന്മയാണെങ്കിൽ ആ നന്മയുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിലും, തിന്മയാണെങ്കിൽ ആ തിന്മയുടെ ശിക്ഷയുടെ കാര്യത്തിലും ആ പ്രവർത്തിച്ചവന് പരിപൂർണമായ തിക്തഫലം, പ്രതിഫലം രേഖപ്പെടുത്തും. നോക്കൂ, ഈ ഹദീസിൽ ഒരാൾ കൊന്നു, മറ്റേയാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക. കൊന്നയാൾ മറ്റേയാളെ കൊല്ലാൻ പരിശ്രമിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടയാളും പരിശ്രമിച്ചിട്ടാണ് വന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ ഖദറിനാൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്, മറ്റേയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശിക്ഷയുടെ കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. രണ്ടുപേരും നരകത്തിലാണ്, രണ്ടുപേരും കൊലപാതകം ചെയ്തതുപോലെ തന്നെയാണ്. ഇതിൽ സഹോദരങ്ങളെ, നമ്മെ ഭയപ്പെടുത്തേണ്ട, നമുക്ക് ഗുണപാഠമായിട്ടുള്ള കാര്യം എന്താണ്? ഒരു തിന്മ, ഒരു പാപം, അത് ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും എന്നിട്ട് അതിനു വേണ്ടി ഒരാൾ പരിശ്രമിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ അള്ളാഹുവിന്റെ ഖദറിനാൽ അയാൾക്കത് ചെയ്യാൻ സാധിച്ചില്ല
എന്തെങ്കിലും ഒരു തടസ്സം വന്നു എന്ന് വിചാരിക്കുക. അയാൾ ആ പ്രവർത്തനത്തിന്റെ ശിക്ഷയിൽ നിന്നും അതല്ലെങ്കിൽ അതിന്റെ പ്രതിഫലത്തിൽ നിന്നും ഒഴിവാകുന്നില്ല. മറിച്ച് അയാൾ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതിന്റെ പരിപൂർണമായ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. ഒരാൾ നന്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, എന്നിട്ട് ആ നന്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു, എല്ലാ പണിയും എടുത്തു. പക്ഷെ അയാൾക്ക് അവസാനം അതിന് സാധിച്ചില്ല. എന്തെങ്കിലും ഒഴികഴിവ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് അയാൾക്കതിന് സാധിച്ചില്ല എങ്കിൽ അയാൾക്ക് അത് പ്രവർത്തിച്ചതിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കും. ഇതേപോലെ തന്നെയാണ് ഒരു തിന്മ. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, എന്നിട്ട് ആ തിന്മയിലേക്കുള്ള ചുവടുകളെല്ലാം എടുത്തുവെച്ചു. പക്ഷെ അള്ളാഹുവിന്റെ ഖദറിനാൽ അയാൾക്കത് ചെയ്യാൻ സാധിച്ചില്ല. എന്തെങ്കിലും ഒരു തടസ്സം വന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ അത് ചെയ്യാതിരുന്നാലും അയാൾക്ക് അത് ചെയ്തതിന്റെ പരിപൂർണമായ ശിക്ഷ തന്നെ ഉണ്ടായിരിക്കും എന്നതാണ് ഈ ഹദീസിലുള്ള പാഠം. സഹോദരങ്ങളെ നോക്കൂ, എത്രയെത്ര കാര്യങ്ങൾ ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട്. ഒരാളെ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിക്കണം, ഇല്ല അയാളെ കണ്ടാൽ രണ്ട് കൊടുക്കണം എന്നൊക്കെ ഒരാൾ മനസ്സിൽ ചിന്തിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ അയാൾക്കതിന് സാധിക്കാതെ പോയാൽ ഇയാളെ ചീത്ത വിളിച്ച, ഇയാളെ തല്ലിയ പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ തന്നെ അയാൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എത്ര ഗുരുതരമാണെന്ന് നോക്കൂ നിങ്ങൾ. ഇതെല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഗൗനിക്കാതെ പോകുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ശക്തമായ താക്കീത് നൽകുന്ന രൂപത്തിലുള്ള ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മ അത് ആഗ്രഹിക്കുക എന്നത് തന്നെ നമ്മൾ ഭയപ്പെടണം. തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് ചാഞ്ഞു പോവുക എന്നത് തന്നെ നമ്മൾ ഭയപ്പെടണം. എന്നിട്ട് അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുക എന്നത് അതിലേറെ നമ്മൾ ഭയപ്പെടണം. എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും കാരണത്താൽ അത് ചെയ്യാതെ പോയാലും ചെയ്തതിന്റെ കുറ്റം തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ആ ചിന്തയും ആ പരിശ്രമവും തന്നെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ആ ചിന്തയും ആ പരിശ്രമവും വൻപാപങ്ങളിൽപ്പെട്ടതാണ്. തെളിവെന്താണ്? ഈ ഹദീസാണ്. ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, ഇയാൾ കൊല്ലപ്പെട്ടവനാണ്. യഥാർത്ഥത്തിൽ മദ്ലൂമായിട്ട് ആക്രമിക്കപ്പെട്ടവനായി പരിഗണിക്കപ്പെടേണ്ടയാളാണ്. പക്ഷേ അയാളുടെ ആ തിന്മ ചെയ്യാനുള്ള ചിന്തയും അയാളുടെ പരിശ്രമവും കാരണത്താൽ അയാൾക്ക് കൊന്നവന്റെ അതേ ശിക്ഷ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അകന്നു നിൽക്കേണ്ട കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അഥവാ ഒരു നന്മ ഒരാൾ ആഗ്രഹിച്ചു, പക്ഷെ ആ നന്മ ചെയ്യാൻ അയാൾക്ക് സാധിച്ചില്ല എങ്കിൽ അല്ലാഹു തആല ആ ആഗ്രഹം കാരണത്താൽ ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്തും. അതേപോലെ തന്നെ വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, വിചാരിച്ചു, പക്ഷെ അയാൾ ആ തിന്മ ചെയ്തില്ല, ആ തിന്മയിൽ നിന്ന് അയാൾ മാറി നിന്നു എങ്കിൽ അല്ലാഹു തആല അവന്റെ അടുക്കൽ പരിപൂർണമായ ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്തും. ഈ ഹദീസും ഈ അധ്യായത്തിൽ ഷെയ്ഖ് നൽകിയ ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം? ചോദ്യം ഏത്? അയ്യോ, ആദ്യത്തെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ഹദീസ് രണ്ടുപേരും ഒരുപോലെ പരസ്പരം കൊല്ലാൻ
തുനിഞ്ഞിറങ്ങിയവനാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഖദറിനാൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റേയാൾ കൊലപാതകി ആവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വായിച്ച ഈ ഹദീസ്, ഒരാൾ ഒരു തിന്മ ആഗ്രഹിച്ചു, പക്ഷെ അയാൾ അത് ചെയ്തില്ല എങ്കിൽ പരിപൂർണമായ ഒരു നന്മ അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തും എന്നു പറഞ്ഞ ഹദീസ്, ഒരാൾക്ക് തിന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവസരമുണ്ട്, അത് ചെയ്യാൻ അയാൾ അടുത്തു, പക്ഷെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട്, തഖ്വ പാലിച്ചുകൊണ്ട് അയാൾ പിന്മാറിയാലാണ് ഒരു നന്മ രേഖപ്പെടുത്തുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഹദീസ് ഒരാൾ സ്വയം മാറി നിന്നാലാണ് ഒരു നന്മ രേഖപ്പെടുത്തപ്പെടുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതങ്ങനെയല്ല. മറ്റേയാൾ തിന്മ ചെയ്യാനുള്ള എല്ലാ പരിശ്രമവും എടുത്തു. ഒരാൾ ഒരു ഹറാമിലേക്ക്, ഒരു വ്യഭിചാരത്തിന് പോയി എന്ന് വിചാരിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അയാൾ അതിനുള്ള എല്ലാ പടിയും എല്ലാ സ്റ്റെപ്പും എടുത്തു വെച്ചു. പക്ഷെ അവസാന നിമിഷത്തിൽ അയാൾക്ക് അതിന് സാധിച്ചില്ല. അത് ചെയ്ത പ്രതിഫലം, അത് ചെയ്ത ശിക്ഷ തന്നെ അയാൾക്കുണ്ടാകും. എന്നാൽ ഒരാൾ ഈ പറഞ്ഞതുപോലെ എല്ലാ പടിയും കടന്ന് അവിടെത്തി, പക്ഷെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവസാന നിമിഷത്തിൽ തിരിഞ്ഞോടി എങ്കിൽ അയാൾക്കൊരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ കാലത്തെ ചില ആളുകളുടെ സംഭവം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം. ഗുഹാവാസികൾ 3 പേർ ഒരു ഗുഹയിൽ അകപ്പെട്ടു. ആ 3 പേരും അവർ ചെയ്ത 3 നന്മകൾ എടുത്തു പറഞ്ഞപ്പോഴാണ് ആ ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞ കല്ല് നീങ്ങിയത്. എന്നിട്ട് അവർ രക്ഷപ്പെടുകയുണ്ടായി. അതിലൊരാൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അയാൾ ഒരു സ്ത്രീയെ വ്യഭിചാരത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും അടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവസാന നിമിഷം ആ പെണ്ണ് പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഹറാമായ ഒരു ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന അർത്ഥത്തിൽ ആ സ്ത്രീ പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അയാൾ തിരിഞ്ഞോടുകയുണ്ടായി. അത് നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അയാൾക്ക് നന്മയായി, രക്ഷപ്പെടാൻ മാത്രമുള്ള നന്മയായി അള്ളാഹു രേഖപ്പെടുത്തി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, ആ പെണ്ണ് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ വിളിക്കുകയാണ് വ്യഭിചാരത്തിനു വേണ്ടി. എല്ലാ അർത്ഥത്തിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് പറഞ്ഞു, മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞോടുകയാണ് ഉണ്ടായത്. അതാണ് സഹോദരങ്ങളെ സ്തുത്യർഹമായ കാര്യം. എന്നാൽ ഒരാൾ എല്ലാ അർത്ഥത്തിലും അതിനു വേണ്ടിയുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു, പക്ഷെ അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് അയാൾക്കതിന് സാധിച്ചില്ല എങ്കിൽ അയാൾക്ക് ചെയ്ത ശിക്ഷ തന്നെ ഉണ്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന ഭാഗം അതാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. തീർച്ചയായും അയാൾ തന്റെ കൂട്ടുകാരനെ, മുസ്ലിമായ സഹോദരനെ കൊല്ലാനുള്ള എല്ലാ പരിശ്രമവും നടത്തിയവനാകുന്നു. നമ്മുടെ തിന്മയോടുള്ള ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പരിശ്രമവും തന്നെ ആ വൻപാപം, ആ പാപം ചെയ്ത ആളുടെ തിക്തഫലം, അതല്ലെങ്കിൽ ശിക്ഷ, അത് നമുക്ക് നേടിത്തരും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ അബി കബ്ശത്തൽ അൻമാരി റളിയല്ലാഹു അൻഹു മർഫൂഅൻ. അബൂ കബ്ശ അൽ അൻമാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മസലു ഹാദിഹിൽ ഉമ്മത്തി കമസലി അർബഅതി റിജാലിൻ. ഈ ഉമ്മത്തിന്റെ ഉദാഹരണം 4 പുരുഷന്മാരുടെ, 4 പേരുടെ ഉദാഹരണമാണ്. റജുലുൻ, അതിലൊരാൾ, ആതാഹുല്ലാഹു മാലൻ,
വഇൽമൻ ഫഹുവ യഅമലു ഫീ മാലിഹി ബിഇൽമിഹി. ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ വ്യക്തി ആരാണ്? അയാൾക്ക് അല്ലാഹു സമ്പത്തും അറിവും നൽകുകയുണ്ടായി. അയാൾ അയാളുടെ അറിവനുസരിച്ച് അയാളുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന് തൃപ്തികരമായ മാർഗത്തിൽ വിനിയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. വറജുലുൻ, രണ്ടാമത്തെ വ്യക്തി, ആതാഹുല്ലാഹു ഇൽമൻ വലം യുഅ്തിഹി മാലൻ. അയാൾക്ക് അല്ലാഹു അറിവ് നൽകി, പക്ഷേ അല്ലാഹു അയാൾക്ക് സമ്പത്ത് നൽകിയില്ല. ഫഖാല, ഈ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, ലൗ കാന ലീ മാലുൻ മിസ്ലു മാലി ഫുലാനിൻ ലഅമിൽതു ഫീഹി മിസ്ല അമലിഹി. ആദ്യം പറഞ്ഞ ധനികനായ സമ്പത്തുള്ള ആ മനുഷ്യനെ പോലെ അല്ലാഹു തആല എനിക്കും സമ്പത്ത് നൽകി എങ്കിൽ അയാൾ ചെയ്യുന്നത് പോലെയുള്ള സാമ്പത്തികമായ നന്മകൾ ഞാനും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹുമാ ഫിൽ അജ്രി സവാഉൻ. ഈ രണ്ടുപേരും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയാണ്. മനസ്സിലായോ? രണ്ട് വ്യക്തികൾ. ആദ്യത്തെ ആൾ ഇൽമും സമ്പത്തും കിട്ടിയ ആളാണ്. ഇൽമനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നു, സമ്പത്ത് കൊണ്ട് എല്ലാ നന്മകളിലും വിനിയോഗിക്കുന്നു, ചിലവഴിക്കുന്നു. രണ്ടാമത്തെ ആൾ ഇൽമ നൽകി അല്ലാഹു, പക്ഷേ സമ്പത്ത് നൽകിയില്ല. പക്ഷെ ഇയാളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? മറ്റേയാളെ പോലെ സമ്പത്ത് അല്ലാഹു എനിക്കും നൽകിയിട്ടുണ്ട് എങ്കിൽ അയാൾ ചെയ്യുന്നത് പോലെയുള്ള നന്മകൾ ഞാനും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടുപേർക്കും ഒരേ പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറജുലുൻ, മൂന്നാമത്തെ ആൾ, ആതാഹുല്ലാഹു മാലൻ വലം യുഅ്തിഹി ഇൽമൻ ഫഹുവ യതഖബ്ബതു ഫീ മാലിഹി ലാ യദ്രി മാലഹു മിമ്മാ അലൈഹി. മൂന്നാമത്തെ വ്യക്തി, അല്ലാഹു അയാൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, പക്ഷേ ഇൽമ് നൽകിയിട്ടില്ല. സമ്പത്തുണ്ട്, പൈസയുണ്ട്, പക്ഷേ അറിവില്ല. അയാളാവട്ടെ തന്റെ സമ്പത്ത് കൊണ്ട് ഏതൊക്കെ മോശമായ മാർഗങ്ങളുണ്ടോ വേണ്ടെടുത്തും വേണ്ടാത്തടുത്തും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെലവഴിക്കുകയാണ്. വറജുലുൻ, നാലാമത്തെ വ്യക്തി, ലം യുഅ്തിഹില്ലാഹു മാലൻ വലാ ഇൽമൻ. ഇയാൾക്ക് അല്ലാഹു സമ്പത്തോ ഇൽമോ നൽകിയിട്ടില്ല. ഫഖാല, അപ്പോൾ അയാൾ പറയുകയാണ്, ലൗ കാന ലീ മിസ്ലു ഫുലാനിൻ ലഅമിൽതു ഫീഹി മിസ്ല അമലി ഫുലാനിൻ. ഈ പറഞ്ഞ സമ്പത്തുണ്ടായിട്ട് അത് ദുർവിനിയോഗം ചെയ്യുന്ന, എല്ലാ മോശമായ കാര്യത്തിലും കൊണ്ട് ചിലവഴിച്ച് അങ്ങനെ ഒരു കഥയുമില്ലാതെ സമ്പത്ത് ദൂർത്തടിക്കുന്ന അയാളെപ്പോലെ എനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും അയാൾ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഹുമാ ഫിൽ വിസ്രി സവാഉൻ. ഈ രണ്ടുപേരും പാപഭാരത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം? നമ്മുടെ തലക്കെട്ട് നമുക്ക് ഓർമ്മയുണ്ടാവണം. തിന്മ ചെയ്യാനുള്ള ആഗ്രഹവും അതിന്റെ പരിശ്രമവും. അതേപോലെ തന്നെയാണ് നന്മയുടെ കാര്യവും. ഒരാൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. നോക്കൂ, ഈ ഹദീസിൽ ഈ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത് 4 ആളുകളുടെ അവസ്ഥയിലാണ്. 4 ആളുകളെ പോലെയാണ് ഈ ഉമ്മത്ത്. ഒന്നാമത്തെ ആൾക്ക് അറിവും സമ്പത്തുമുണ്ട്, അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് അള്ളാഹു അറിവ് നൽകി, പക്ഷെ സമ്പത്ത് നൽകിയില്ല. മറ്റേ ആളുടെ പോലെ സമ്പത്തുണ്ടെങ്കിൽ ഞാനും അയാൾ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യും എന്ന ആഗ്രഹം ഇയാൾക്കുണ്ട്. രണ്ടുപേർക്കും തുല്യ പ്രതിഫലമാണ്.
നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ ഔദാര്യമാണിത്. അല്ലാഹു ധനികനായ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ പ്രതിഫലം നൽകുമോ അതേപോലെ കേവല വിചാരം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, ചിന്ത കൊണ്ട് ഈ ദരിദ്രനായ ആൾക്കും പ്രതിഫലം നൽകുമെന്നാണ്. അറിവും സമ്പത്തുമുള്ള ഒരാൾ, അയാൾ എന്തൊക്കെ നന്മകളുണ്ടോ അതിലൊക്കെ ചെലവഴിക്കും. കാരണം ഇൽമുണ്ടെങ്കിൽ ആ ഇൽമനുസരിച്ച് ഉൾക്കാഴ്ചയോടുകൂടി ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതിലൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് ശ്രദ്ധിച്ച് നൽകാനും കൊടുക്കാനും അങ്ങനെയൊക്കെ ഒരാൾക്ക് സാധിക്കും. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിൽ ഇത് പ്രവർത്തിച്ചില്ല, പക്ഷേ കേവല ചിന്ത കൊണ്ട് അയാളുടെ അതേ പദവിയിൽ എത്തിച്ചേരും. നിങ്ങൾ നോക്കൂ, അറിവും സമ്പത്തുമുള്ള ഒരാൾ എന്തൊക്കെ ചെയ്യും? ഒരുപാട് നന്മകൾ അയാൾ ചെയ്യും. ഒരുപാട് നന്മകൾ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ തന്നെ സമ്പത്തുള്ള, അതിനുവേണ്ടി ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ള, തൗഹീദിനു വേണ്ടി, സുന്നത്തിനു വേണ്ടി, ഈ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിവുള്ള ആളുകൾ എന്തൊക്കെ മേഖലകളിലാണ് ചെലവഴിക്കുന്നത്? ദീനി രംഗത്ത്, അതല്ലെങ്കിൽ ഏതൊക്കെ സാമ്പത്തികമായ ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഇടപെട്ട് ചെലവഴിക്കും. ചില അമലുകൾ എടുത്തു പറയുകയാണെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കും, മസ്ജിദ് ഉണ്ടാക്കും, പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കും, മുസ്ഹഫ് നൽകും, അതുപോലെ തന്നെ കിണർ കുഴിച്ചു കൊടുക്കും. അങ്ങനെ ജാരിയായ സ്വതക്കകൾ, അതല്ലാത്ത സ്വതക്കകൾ, ഇങ്ങനെ ധാരാളമായി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ നോക്കൂ, പരലോകത്ത് ഈ രണ്ടു പേരും വരിക പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരേപോലെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണിത്. നമ്മുടെ ചിന്ത പോവുക വേറെ രൂപത്തിലേക്കായിരിക്കും. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം. ഭൗതികമായ പല ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. അയാളെപ്പോലെ സമ്പത്തുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ചൂടുകൊള്ളാതെ AC കാറിൽ സഞ്ചരിക്കാം, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഭൗതികമായ ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ നോക്കൂ നിങ്ങൾ, നമ്മുടെ ചിന്ത ഉയർന്നതായിരിക്കണം. അയാൾക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അയാൾ എന്തൊക്കെ ചെലവഴിക്കുന്നുണ്ടോ അതേപോലെ ആ മാർഗത്തിലൊക്കെ എനിക്കും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഞാനും ചിലവഴിക്കും എന്ന ആ ചിന്ത മതി അതേ പ്രതിഫലം ലഭിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, വഹുമാ ഫിൽ അജ്രി സവാ, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അല്ലാഹു തആല തിരിച്ചറിവ്, അറിവ്, ഇൽമ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിതുപോലെ ഉന്നതമായ ആഗ്രഹങ്ങളും ചിന്തകളും ഉണ്ടാവേണ്ടതുണ്ട്. ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കുന്നു, നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാവണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരാളോടും ചോദിക്കാത്ത രൂപത്തിൽ നമ്മൾ തന്നെ അത് മുഴുവനും പണിയെടുപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ആളുകളോട് പറയാനല്ല, നമ്മുടെ മനസ്സിലുള്ള നീയത്തിനാണ് അല്ലാഹു തആല ഈ പ്രതിഫലം നൽകുക. ആളുകളെ മുന്നിൽ വെച്ച് പറയാനല്ല. കുറെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തു തന്നിട്ടുണ്ടാവും എന്ന് പറയാനല്ല, മറിച്ച് ആരോരുമില്ലാതെ, ആരോരും അറിയാത്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നമുക്ക് ആ ചിന്ത ഉണ്ടാവണം. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഒരു സാമ്പത്തികമായി ഒരു കാര്യം വന്നു, ഒരു പൊതു ആവശ്യം വന്നു, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് ഇതാണ്, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് മുഴുവനും ഏറ്റെടുക്കുമായിരുന്നു. നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിലും, നമ്മുടെ കയ്യിലില്ലെങ്കിലും അതാരെങ്കിലൊക്കെ ആയിട്ട് ചെയ്യും. ആ ചെയ്യുന്ന പ്രതിഫലം ഈ വിചാരം കൊണ്ട്, ഈ ചിന്ത കൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കിട്ടും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരടിമക്ക്, ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന അവന്റെ വിശാലമായ ഔദാര്യമാണിത്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സദഖയും അതിനെക്കുറിച്ചുള്ള ചിന്തയും
അതൊക്കെ സമ്പന്നർക്ക് പറഞ്ഞതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവരുത്. ഒന്നുമില്ലാത്ത ദരിദ്രരാണെങ്കിലും ഇതുപോലെ നമ്മുടെ മനസ്സിൽ കേവല നീയത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് അത് ചെയ്ത ആളുകളുടെ പ്രതിഫലം നൽകും എന്നുള്ളതാണ്. എന്ന് നിങ്ങൾ നോക്കൂ, നേരെ തിരിച്ച് അതാണ് നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഭാഗം. രണ്ടാമത് പറഞ്ഞ രണ്ടു വ്യക്തികൾ, അതിലൊരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, ഇൽമ് നൽകിയില്ല. ആ ഭാഗത്ത് നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഒരാൾക്ക് അല്ലാഹു ഇൽമ് നൽകിയില്ല എങ്കിൽ, അറിവ് നൽകിയില്ല എങ്കിൽ, അയാൾക്ക് സമ്പത്ത് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, അയാൾ ആ സമ്പത്ത് കൊണ്ട് എന്തെന്നില്ലാത്ത അവസ്ഥയിലാണ് ചെലവഴിക്കുന്നത്. എന്തിനാണ് ചിലവഴിക്കുന്നത് എന്ന് അയാൾക്ക് പോലും ബോധ്യമില്ല. അങ്ങനെ എല്ലാ തിന്മകളിലും ചിലവഴിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹമായ സമ്പത്ത് നശിപ്പിക്കുകയാണ്. ഇത് വലിയ അപകടമാണ്. ഇൽമ് ഇല്ലാതെ പോയാൽ, അറിവ് നഷ്ടപ്പെട്ടു പോയാൽ, അറിവിനെ തൊട്ട് തടയപ്പെട്ടാൽ ഒരാൾ എത്തിച്ചേരുന്ന ദുരവസ്ഥയാണിത്. അയാൾക്ക് പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇൽമില്ലാത്ത, അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ അയാൾക്കെതിരിൽ നാളെ പരലോകത്ത് സാക്ഷ്യം വഹിക്കും എന്നതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അയാൾക്ക് നന്മകൾ അറിയില്ല, നന്മയിലേക്ക് ചിലവഴിക്കാനുള്ള തൗഫീഖ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അയാൾ സമ്പത്ത് അടിച്ചു പൊളിക്കുകയാണ്, എന്തെന്നില്ലാത്ത രൂപത്തിൽ അടിച്ചു പൊളിക്കുകയാണ്. ഇത് കണ്ട് ദരിദ്രനായ ഒരു മനുഷ്യൻ, അയാൾക്ക് അറിവുമില്ല, സമ്പത്തും അല്ലാഹു നൽകിയിട്ടില്ല. പക്ഷെ അയാളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? മറ്റയാളെ പോലെ പൈസ ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് പോലെ എല്ലാ തോന്നിവാസങ്ങളിലും ചെന്നു വീഴാം എന്നായിരുന്നു. ആളുകൾ അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, ഹറാമിന് വേണ്ടി ചെലവഴിക്കുന്നു, ഹറാമായ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നു, ഹറാമായ യാത്രകൾ നടത്തുന്നു, ഹറാമായ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. അങ്ങനെ ഹറാമിന് വേണ്ടി ചിലവഴിക്കുന്നത് കണ്ട് അന്താളിച്ച് ഇയാൾ പറയുകയാണ്, എന്റെ കയ്യിലും ഉണ്ടെങ്കിൽ ഞാനും ചെലവഴിക്കുമായിരുന്നു. എത്ര എത്ര ആളുകളുണ്ട്. വലിയ വലിയ സിനിമാ താരങ്ങളെ കണ്ടിട്ട് ചില ആളുകൾ വിചാരിക്കുന്ന എന്താണ്, പറയുന്ന എന്താണ്, എനിക്കും അയാളെ പോലെ ആവണം എന്നുണ്ട്. വലുതായാൽ മോൻക്ക് ആരാവേണ്ടത്? എനിക്ക് ഇന്ന നടനെ പോലെ ആവണം, എനിക്ക് ഇന്നയാളെ പോലെ ആവണം. സഹോദരങ്ങളെ നോക്കൂ, എത്ര അപകട അവസ്ഥയാണത്, എന്തൊരു ദുരവസ്ഥയാണത് നോക്കൂ നിങ്ങൾ. ഈ ചെറിയ മക്കൾ കേട്ടു പഠിക്കുന്ന ആരിൽ നിന്നാണ്? മുതിർന്ന ആളുകളിൽ നിന്നാണ്, വലിയ ആളുകളിൽ നിന്നാണ്. തിന്മകൾ ചെയ്യുന്ന ആളെപ്പോലെ ഞാനും, അയാളെപ്പോലെ സമ്പത്തുണ്ടെങ്കിൽ, സൗകര്യങ്ങളുണ്ടെങ്കിൽ ഞാനും ആയി തീരും എന്നൊരു മനുഷ്യൻ വിചാരിക്കുക എന്നത്, ആ തിന്മ ചെയ്യുന്ന ഇയാൾ ആരെ ചൂണ്ടിയിട്ടാണോ പറഞ്ഞത്, അയാൾ എന്തൊക്കെ തിന്മകൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ വിസിർ, അതിൻ്റെയൊക്കെ പാപഭാരം ഇയാൾക്കുമുണ്ട്. അയാൾ ശിർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പാപഭാരമുണ്ട്. അയാൾ ഹറാമായ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ അതിൻ്റെ പാപഭാരമുണ്ട്. അയാൾ ഹറാമായ നിലക്ക് സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ അതിൻ്റെ പാപഭാരമുണ്ട്. അയാൾ എന്തൊക്കെ ഹറാമു ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒക്കെ പാപഭാരം അയാളെപ്പോലെ ആവണം എന്ന് വിചാരിക്കുന്ന മനുഷ്യനുമുണ്ട്. എത്ര അപകടമാണെന്ന് നോക്കൂ നിങ്ങൾ. ഇത് ഈ ഹദീസ്, ഈ ഒരു അടിസ്ഥാനം സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ വിചാരിക്കുന്നത് എന്താണ്, വലുതാകുമ്പോൾ ഇന്ന സൂപ്പർ സ്റ്റാറെ പോലെ ആവണം. ആ ചിന്ത മതി അയാൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കുമുള്ള പാപഭാരം ഇയാൾക്കും വന്നു ഭവിക്കാൻ. അയാൾ ആ സമ്പത്ത് കൊണ്ട്, അയാളുടെ ആ സാമ്പത്തികമായ ഉയർച്ച കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടാകും, എന്തൊക്കെ ഹറാമുകൾ, എന്തൊക്കെ തോന്നിയവാസങ്ങൾ, ഏതൊക്കെ രൂപത്തിൽ ചെലവഴിക്കും. അതിൻ്റെ ഒക്കെ പാപഭാരം അയാളെപ്പോലെ ആവണം എന്ന് വിചാരിക്കുന്ന മനുഷ്യനുണ്ടാകും. എന്തൊരു ദുരവസ്ഥയായിരിക്കും. പാപങ്ങൾ ചെയ്യാതെ പാപഭാരം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസ് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നു. ആദ്യം പറഞ്ഞ
ഹദീസിന്റെ ഗുണപാഠത്തിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങേണ്ടതുണ്ട്. തിന്മ അതാഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് തന്നെ വൻപാപമാണ്. അത് തന്നെ വൻപാപമാണ്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഹദീസിൽ വന്നതുപോലെ തിന്മ ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് അയാളെപ്പോലെ ആവണം എന്ന് വിചാരിച്ചാൽ അയാളുടെ പാപഭാരം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് ഹദീസുകളാണ് ശൈഖ് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ രണ്ട് ഹദീസുകളും ഒരുപാട് ഗുണപാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നേരത്തെ തുടക്കത്തിൽ നമ്മൾ കേട്ട ഖാഇദ അത് നമുക്ക് ഓർമ്മയുണ്ടാകണം. അടിസ്ഥാന തത്വം അഥവാ ഒരാൾ മനസ്സിൽ പരിപൂർണമായ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു കാര്യം പ്രവർത്തിച്ചു, അതല്ലെങ്കിൽ അത് പ്രവർത്തിക്കാനുള്ള ആമുഖങ്ങൾ സ്വീകരിച്ചു എങ്കിൽ നന്മയാവട്ടെ തിന്മയാവട്ടെ, നന്മയാണെങ്കിൽ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും, തിന്മയാണെങ്കിൽ ശിക്ഷ അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. അഥവാ കേവല ചിന്ത കൊണ്ട് ആഗ്രഹം കൊണ്ട് അതിലേക്ക് എത്താനുള്ള പരിശ്രമം കൊണ്ട് അത് ചെയ്ത ആളുടെ പ്രതിഫലം തന്നെ അതല്ലെങ്കിൽ ശിക്ഷ തന്നെ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിലുള്ള വൻപാപങ്ങളെക്കുറിച്ചാണ് ശൈഖ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നത് തന്നെ ചിലപ്പോൾ നമ്മിൽ പലരും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. കേവലം ഒരു ചിന്ത കൊണ്ട് ഒരാൾ പ്രവർത്തിച്ച ആളുടെ അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നത് കേവലം ഈ ഹദീസിൽ വന്ന കൊലപാതകത്തിൽ മാത്രമല്ല, മറിച്ച് തിന്മയായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഈ നിയമം ബാധകമാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യാൻ തുനിയുമ്പോൾ ഖൈറാണെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാ സമാധാനിക്കാം. അതല്ല, മോശമായ എന്തൊരു കാര്യമാണോ അതിലേക്ക് ആഗ്രഹം വെക്കുമ്പോഴും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക, അത് ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി ചെയ്തവനെ പോലെയാണ്. ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി അത് ചെയ്തവനെ പോലെയാണ്. പിന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് മാറി നിൽക്കാനുള്ള വലിയ സൗഭാഗ്യം ലഭിക്കണം. അതെല്ലാവർക്കും ലഭിക്കണം എന്നില്ല, അത് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തിന്മകൾ എന്നത് അത് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട കാര്യമാണ്. ആ തിന്മ എന്ന് കേൾക്കുമ്പോൾ ചെറുതാവട്ടെ വലുതാവട്ടെ, വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ, എന്തുമാവട്ടെ, നമ്മൾ ഈ ദർസിന്റെ അല്ലെങ്കിൽ ഈ കിതാബിന്റെ തുടക്കത്തിൽ കേട്ടതുപോലെ തിന്മ ചെറുതാണെങ്കിലും ആരെയാണ് ധിക്കരിക്കുന്നത് എന്നതാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട കാര്യം. തിന്മ ചെറുതായിരിക്കാം നമ്മുടെ കണ്ണിൽ, പക്ഷെ അതാരോടാണ് എന്നതാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തിന്മ ചെയ്യലിലൂടെ നമ്മൾ ധിക്കരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പേടി, ആ ഒരു ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ സന്ദർഭത്തിൽ ഓടി അകലാനും രക്ഷപ്പെടാനും മാറി നിൽക്കാനും സാധിക്കുക എന്നത് സഹോദരങ്ങളെ വലിയ തൗഫീഖാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. കേവല ആഗ്രഹം അത് തന്നെ മതി നമ്മെ നശിപ്പിക്കാൻ. പിന്നീട് അതിലേക്കുള്ള പരിശ്രമവും നമ്മെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തിന്മകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അനിഷ്ടമുണ്ടാവണം, നമുക്ക് അകൽച്ചയുണ്ടാവണം. ഒരിക്കലും പാപങ്ങൾ അത് മുന്നേ നമ്മൾ ചെയ്തതാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാവട്ടെ, പിന്നീട് കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ കാണുമ്പോൾ നമ്മെ ഇക്കിളിപ്പെടുത്തരുത്. മറിച്ച് ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ പാപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, മുമ്പ് ചെയ്തതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കരയേണ്ടതുണ്ട്, ഭയപ്പെടേണ്ടതുണ്ട്. കാരണം അതിന്റെ കാര്യത്തിൽ
അള്ളാഹു എന്താണ് തീരുമാനിച്ചത് എന്ന് നമുക്കറിയില്ല. നിരന്തരം തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു റബ്ബുൽ ആലമീൻ നന്മയിലേക്ക് നമുക്ക് തൗഫീഖ് നൽകുന്നു എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഈമാനിനോട് മഹബ്ബത്ത് ഉണ്ടാക്കുന്നത്, അതിലേക്ക് നമ്മുടെ ഹൃദയ വിശാലത ഉണ്ടാക്കി തരുന്നത് അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവുമാണ്. അതേപോലെ തന്നെ തിന്മയോട് വെറുപ്പുണ്ടാവുക എന്നതും അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും അതിലേക്ക് നമ്മുടെ മനസ്സ് ചാഞ്ചാടിക്കൂടാ. കാരണം അതിന്റെ ആ ചാഞ്ചാട്ടം പിന്നീട് നമ്മെ കൊണ്ടെത്തിക്കുക ആ തിന്മയാകുന്ന ഇരുട്ടുകളിലേക്കാണ്, അന്ധകാരങ്ങളിലേക്കാണ്, പടുകുഴികളിലേക്കാണ്. അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മ അതാഗ്രഹിക്കലും അതിനുവേണ്ടി പരിശ്രമിക്കലും വൻപാപമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.